ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയുടെ കണ്ടൻറ്റ്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കുകയാണ്. ചെറിയ തോതിൽ മഴ ഉണ്ട് രാവിലെ. അപ്പോൾ അടുപ്പാണ് കത്തിക്കണത്. അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിലാണ് ചോറ് വെക്കണത്. അപ്പോൾ തീ കത്തി പിടിക്കണുള്ളൂ. കുറച്ച് ചോറേ രാവിലെ വെക്കണുള്ളൂ. ചോറ് കൊണ്ടുപോകാനൊക്കെ ഉള്ളത് കാരണം കുറച്ച് ചോറേ രാവിലെ വെക്കുള്ളൂ. ചെറിയൊരു കലാണ് കേട്ടോ അടുപ്പത്ത് വെക്കണത്. അങ്ങനെ രാവിലെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് നോക്കുമ്പോഴാണ് പുറത്തേക്ക് വെറുതെ നോക്കിയതാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു കാഴ്ച കണ്ടു. ഒരു മയിലും കാക്കയും കൂടെ കൂട്ടുകൂടി നടക്കുകയാണ്. അങ്ങനെ മുറ്റത്ത് കൂടെ ടോബി കുഞ്ഞിൻ്റെ ഒച്ച ഇട്ടിട്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങനെ നടക്കുക. അപ്പം എന്നെ കണ്ടപ്പോൾ ആ മയിൽ വേഗം അങ്ങോട്ട് ഓടിപ്പോയി. പിന്നെ ആ കാക്ക അങ്ങനെ നോക്കി നിൽക്കുകയാണ്. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ സപ്താഹമാണ്. അപ്പോൾ ഇന്ന് വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോവാമെന്ന് കരുതി. അങ്ങനെ സപ്താഹത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ കൊടുക്കണത്. കുറേ ഒരു 6-7 വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു സെറ്റ് മുണ്ടാണ്. അപ്പോൾ കുറേ കാലമായി ഈ മുണ്ട് ഉടുത്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അതൊന്ന് സെറ്റ് മുണ്ടൊന്ന് ഉടുത്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഉടുത്തപ്പോഴേക്ക് നന്നായിട്ട് ഇഷ്ടമായി. കുറേ കാലമായിട്ട് ഉടുക്കാത്തതല്ലേ. ഉടുത്ത് നോക്കിയപ്പോൾ നന്നായി, പെട്ടെന്ന് ഉടുക്കാനും പറ്റി. പിന്നെ സെറ്റ് മുണ്ടൊക്കെ ഉടുക്കൽ കഴിഞ്ഞിട്ട് ഒരുങ്ങാണ് കേട്ടോ. കുങ്കുമം മാത്രമേ തൊടണുള്ളൂ. പൊട്ടും ചന്ദനമൊന്നും അങ്ങനെ ഞാൻ തൊടലില്ല. അപ്പം അമ്പലത്തിൽ പോവല്ലേ എന്ന് കരുതിയിട്ട് ഒരു ചെറിയ ചന്ദനക്കുറിയും കൂടെ വരച്ചു. അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി. ഒരു 9:30 ആയപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി. 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ എത്തി. വീടിൻ്റെ അടുത്താണ് കേട്ടോ അമ്പലം. അനിവാര്യം, നിർബന്ധമായിട്ട് യുദ്ധം വേണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഓർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം ഗോവിന്ദ 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 സപ്താഹത്തിലൊക്കെ പങ്കെടുത്ത് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് ആങ്ങളുടെ മരുമകളെ കൊണ്ട് 2-3 ഫോട്ടോസ് എടുപ്പിച്ചു. സെറ്റ് മുണ്ട് കൊടുത്തത്. അവൾ യൂട്യൂബറാണ്. അപ്പോൾ അവളുടെ അടുത്ത് ക്യാമറയൊക്കെ ഉണ്ട്. അപ്പം നന്നായിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തി. 4 മണി ചായക്ക് വേറെ കടികളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് ഒരു അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അതിലേക്ക് ചേർക്കണത് ശർക്കരയാണ്. ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. ഉരുക്കിയ ശർക്കര ഒന്ന് തണുത്ത് കിട്ടണം. തണുത്ത ശേഷം ഈ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും മിക്സാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിലേക്കൊരു നുള്ളു ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മധുരം ആണ് കൂടുതൽ മുന്നിൽ നിൽക്കേണ്ടത്. അങ്ങനെ ദോശക്കല്ല് വെച്ചിട്ട് വെളിച്ചെണ്ണ നെയ്യോ നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഒഴിച്ചിട്ട് മാവ് ഒഴിച്ച് അപ്പം റെഡിയാക്കി എടുത്തു. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ചായ കുടിച്ചു. ഈ ഗോതമ്പും അരിപ്പൊടിയും കൂടി, വെറും ഗോതമ്പ് പൊടി മാത്രമാകുമ്പോൾ അത്ര ടേസ്റ്റില്ല. അരിപ്പൊടിയും കൂടെ പുട്ടുപൊടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. കുറച്ച് കനത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഇങ്ങനെ 4 മണി ചായക്കുള്ളൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അത് ഒരു കഷ്ണം വെല്ലവും അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് അത്ര തന്നെ ടേസ്റ്റ് ഇല്ല. വെല്ലം ഇടുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് ഇങ്ങനെ പെട്ടെന്ന് അപ്പം ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കിയത്. കട്ടൻ ചായയും അപ്പമൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരത്തേക്കുള്ളൊരു പരിപാടികളാണ് കേട്ടോ. വൈകുന്നേരത്തേക്ക് ഒരു രാത്രിയിലേക്ക് കറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു രസം വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്, ഒന്ന് കുതിർന്ന് കിട്ടട്ടെ. രസത്തിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും മല്ലിയൊക്കെ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ കഷ്ണം സബോളയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കടുക് പൊട്ടിച്ച ശേഷം നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിലേക്ക് വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം കൂടെ ചതച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചു. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രസം റെഡി ആയിട്ടുണ്ട്. രാത്രി ഭക്ഷണത്തിനുള്ള കറികൾ ഇതൊക്കെയാണ്. ചിക്കൻ കറി ഉണ്ട്, രസവും പിന്നെ ചോറും. രാവിലെ വെച്ച ചോറൊന്ന് തിളപ്പിച്ച് വാർത്ത് വെച്ചു.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവില്ലേ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.